ഏഞ്ചലിക് വിസിറ്റേഷനുമായി നമ്മൾ 6-ാം മാസം കടക്കാൻ പോവുകയാണ്. കർത്താവ് വ്യക്തമായി എന്നോട് സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ ആ എൻകൗണ്ടർ ഉണ്ടാകുമെന്ന്. ഈ 6-ാം മാസം നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദൂതൻ നമ്മുടെ ഭവനത്തിൽ ഇറങ്ങും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇറങ്ങും. ഒരു മറിയയുടെ അടുക്കൽ ദൂതൻ ഇറങ്ങി കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ആ ദൂതൻ്റെ എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് ഇടപെടാൻ നമ്മളെ തന്നെ ഒരുക്കത്തോടെ ആയിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ എൻകൗണ്ടർ ഉണ്ടായാൽ നമ്മൾ ആള് മാറിയതുപോലെ ആകാൻ പോവുകയാണ്. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെടേണ്ട. ദൂതൻ ഇറങ്ങുക തന്നെ ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യത്തിലാണോ, അവരുടെ റിസൾട്ടിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് മുന്നേവയെ ദൂതന്മാരെ അയക്കുകയാണ്. അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഭാരപ്പെട്ട് ഞാൻ ആരുമില്ലാത്തവളാണ്, ഒറ്റപ്പെട്ടു പോയി നിരാശയിലാണെന്ന് പറയുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പോടെയാണ് പറയുന്നത്, ഈ 6-ാം മാസം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിനുള്ളിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ കർത്താവിൻ്റെ ദൂതൻ്റെ എൻകൗണ്ടർ ഉണ്ടാകും. ഒരു മോശയുടെ ജീവിതത്തിൽ ദൂതൻ ഇടപെട്ടപ്പോൾ ആ മുൾപ്പടർപ്പിൽ തീയിൽ ദൂതൻ ഇറങ്ങി അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവർ ഒരു ഇസ്രായേലിൻ്റെ ലീഡറായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ നമ്മളെയും കർത്താവ് ചില തിരഞ്ഞെടുപ്പിലേക്ക് ഈ എൻകൗണ്ടറോടെ നമ്മുടെ ജീവിതത്തെ കർത്താവ് തിരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഡിലേ ആകരുത്. നിങ്ങൾ ഒരുക്കത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് കാൽ വയ്ക്കുക. ഈ 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക തന്നെ ചെയ്യും. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഗോഡ് ബ്ലെസ് യു.